എവ്രിവൺ, ഇത് ഹൈപ്പർബോൾ അല്ല, ഹൈപ്പർബോളി. യെസ്, ഇതെന്താണെന്ന് നോക്കാം. നമ്മുടെ ഇനി വരുന്ന USS എക്സാമിൽ എക്സ്പെക്റ്റബിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഹൈപ്പർബോളി എന്നുള്ളത്. എന്താണ് ആക്ച്വലി ഹൈപ്പർബോളി? കണ്ട് ഞെട്ടിത്തെറിച്ചിരിക്കുന്നവരായിരിക്കും. ഏതായാലും കഴിഞ്ഞ വർഷം ഇതൊക്കെ USSന് ചോദിക്കോ? ചോദിച്ചിട്ടുണ്ട് മക്കളെ. ലൈഫ് ഈസ് എ ബ്രോക്കൺ വിങ്ഡ് ബേർഡ് ദാറ്റ് കനോട്ട് ഫ്ലൈ എന്നുള്ളത് അത് എക്സാമ്പിൾ ആണ്. ഈ ഒരു എക്സാമ്പിൾ എന്താണ്? സിമിലി ആണോ, മെറ്റഫർ ആണോ, ഹൈപ്പർബോളി ആണോ, പേഴ്സോണിഫിക്കേഷൻ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇത് ആക്ച്വലി സിമിലി ആണോ, മെറ്റഫർ ആണോ, പേഴ്സോണിഫിക്കേഷൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഡയറക്റ്റ് കമ്പാരിസൺ ആണ്. സോ അത് മെറ്റഫർ ആണെന്ന് നമുക്കറിയാം. പക്ഷേ ഈ ഓപ്ഷനിലുള്ളത് നമ്മൾ പഠിച്ചില്ലെങ്കിൽ ഇത് ആക്ച്വലി നിങ്ങൾക്ക് നാളത്തെ അല്ലെങ്കിൽ ഇനി വരാനിരിക്കുന്ന എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ പെടില്ലേ ഗൈസ്? അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് പഠിക്കുന്നത്. സോ ഇവിടെ ഓപ്ഷനിൽ ഹൈപ്പർബോളി എന്നുള്ള സംഭവം കൊടുത്തിട്ടുണ്ട്. 2023 ചോദിച്ചതാണ്. ഇത് 2025 ചോദിച്ചുകൂടായില്ല. അതുകൊണ്ട് നമ്മൾ പഠിക്കാൻ പോവാണ്. സോ ഇതുപോലത്തെ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു വരുന്നത് നമ്മുടെ മുത്തുമണികളെ. സബ്സ്ക്രൈബ് ചെയ്യുക, സെറ്റാക്കുക, പവറാക്കുക. നേരെ നമ്മൾ പോകുന്നു. എന്താണ് ഹൈപ്പർബോളി? പിടിച്ചു. ഹൈപ്പർബോളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ് എ ഫിഗർ ഓഫ് സ്പീച്ച്. നമ്മൾ സാധാരണ കേൾക്കുന്ന സിമിലി, മെറ്റഫർ ഒക്കെ പോലത്തെ ഒരു ഫിഗർ ഓഫ് സ്പീച്ച് ആണ്. That involves exaggeration. What is it called? What's called exaggeration? ഓവറാക്കി, വലിയ സംഭവമാക്കി, ചെറിയൊരു കാര്യത്തെ വലിയ പർവ്വതീകരിച്ച് പറയുന്ന പറയില്ലേ, അതാണ് ആക്ച്വലി ഹൈപ്പർബോളി. ടു എംഫസൈസ് എ പോയിന്റ്, ഒരു കാര്യം എംഫസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു കാര്യം കുറച്ചുകൂടി ഊന്നൽ നൽകാൻ വേണ്ടിയിട്ട് അതിനെ പർവ്വതീകരിച്ച് പറയാം, അല്ലെങ്കിൽ ഓവറാക്കി പറയാം. ക്രിയേറ്റ് എ ഡ്രമാറ്റിക് എഫക്ട്. അതിനൊരു ഡ്രമാറ്റിക് എഫക്ട് കൊണ്ടുവന്നിട്ട് ഞാൻ എന്താക്കുന്നു, അവൻ അവിടെ നിന്ന് വീണു എന്ന്, അവൻ അവിടെ നിന്ന് എന്താക്കി, തലകുത്തി മറിഞ്ഞു എന്നങ്ങോട്ട് പറയാം, ഓവറാക്കി പറയാം. ഓക്കെ, ഇറ്റ് ഈസ് നോട്ട് മെന്റ് ടു ബി ടേക്കൺ ലിറ്ററലി. അതിന്റെ യഥാർത്ഥ വാക്കിന്റെ അർത്ഥം എടുക്കണം എന്നല്ല അവിടെ ഉദ്ദേശം. ബട്ട് ഇറ്റ് യൂസ് ടു ആഡ് ഹ്യൂമർ. ഒന്നെങ്കിൽ കോമഡി പറയാനായിരിക്കും, അല്ലെങ്കിൽ എംഫസിസിന് ഒരു ഊന്നൽ നൽകാനായിരിക്കും, കുറച്ചൊരു സ്ട്രെസ് നൽകാനായിരിക്കും, ഒരു ഇമ്പാക്ട് ടു എ സ്റ്റേറ്റ്മെന്റ്. ആ പറയുന്നതിന് ഒരു ഇമ്പാക്ട് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും എന്താക്കുന്നത് അദ്ദേഹം അങ്ങനെ ആ ഒരു ഡയലോഗ് പറയുന്നുണ്ട്. ഒരു എക്സാമ്പിൾ, ഈ എക്സാമ്പിളോട് കൂടി നിങ്ങൾക്ക് ഇത് പഠിച്ചിരിക്കും. നോക്കിക്കോ. മൈ മോം ഈസ് ഗോയിങ് ടു കിൽ മീ ഇഫ് ഐ എം ലേറ്റ്. ഞാൻ ലേറ്റ് ആയാൽ എന്റെ അമ്മ എന്നെ കൊല്ലും. ഞാൻ ലേറ്റ് ആയാൽ എന്റെ അമ്മ എന്നെ കൊല്ലും. വൈകുന്നേരം കളിക്കാൻ പോയിട്ട് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പറഞ്ഞിട്ട് തിരിച്ച് കറക്റ്റ് ടൈമിന് എത്തിയിട്ടില്ലെങ്കിൽ, രാത്രി വൈകി എത്തുകയാണെങ്കിൽ എന്റെ അമ്മ എന്നെ എന്തായാലും കൊല്ലും. അതായത് അമ്മ കൊല്ലുന്നാണോ പറഞ്ഞത്? അല്ല, അമ്മയെടുത്തുനിന്ന് നല്ല ചീത്ത കേൾക്കും, അല്ലെങ്കിൽ അമ്മ എന്നെ അടിക്കരുത് എന്നെങ്കിലും ചെയ്യും. കാരണം അത് ഓവറാക്കി പറയാം, എന്നെ കൊല്ലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ട് ലിറ്ററലി ശരിക്കും അമ്മ കൊല്ലുന്നാണ്. നോ, ബട്ട് ഷീ വിൽ ബി വെരി ആംഗ്രി. അമ്മ ഭയങ്കര ദേഷ്യമായിരിക്കും എന്നാണ്. കറക്റ്റ് ടൈമിന് എത്താതെ ലേറ്റ് ആയി എത്തി കഴിഞ്ഞാൽ അമ്മ എന്നെ കൊല്ലും. ഇതില്ലേ, അതാണ് സാധനം. ഏകദേശം കാര്യം മനസ്സിലായല്ലോ. ഇനി കുറച്ച് എക്സാമ്പിളോട് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെറ്റ് ആവുന്നതാണ്. ഇത് ഓൾറെഡി ഏകദേശം സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാൻ മറന്നുപോയ ആൾക്കാർ ഒന്ന് ലൈക്ക് അടിക്കണേ. യെസ്, റെഡി ആണല്ലോ, ലൈക്ക് അടിച്ചല്ലോ, സെറ്റ് ആണല്ലോ. എക്സാമ്പിൾസിലേക്ക് കിടക്കാൻ നോക്കിക്കോ. ഐ ആം സോ ഹംഗ്രി ഐ കുഡ് ഈറ്റ് എ ഹോഴ്സ്. എനിക്ക് നല്ല വിശന്ന്, ഒരു കുതിരനെ കിട്ടി ഞാൻ അങ്ങോട്ട് തിന്നു. അജാതി വിശപ്പാണ്. കുതിര കിട്ടിയത് തിന്നാണോ? ഇല്ല, നല്ല വിശപ്പുണ്ടെന്നാണ്. എക്സ്ട്രീം എക്സാജറേഷൻ ടു ഷോ ഗ്രേറ്റ് ഹങ്കർ. നല്ല വിശപ്പുണ്ടെന്ന് കാണിച്ചതാണ് അദ്ദേഹം. She has a million followers on Instagram. മില്യൺ കണക്കിന് ഫോളോവേഴ്സ് ഇൻസ്റ്റാഗ്രാമിൽ. ഉദ്ദേശം എന്താ ഉദ്ദേശം? കുറെ ഫോളോവേഴ്സ് ഉണ്ടെന്നാ, അല്ലാതെ മില്യൺ ഫോളോവേഴ്സ് ഉണ്ടെന്നല്ല. ഓക്കെ, ഇറ്റ് took me forever to finish my homework. ഓക്കെ, യെസ്, അതായത് ഇതിനി ഒരു കാലത്തും തീരൂല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, എന്റെ ഹോംവർക്ക് തീരാൻ വേണ്ടിയിട്ട് കുറെ കാലം എടുത്തു എന്നൊക്കെ പറയാൻ പറ്റും. ആക്ച്വലി അത് കുറെ കാലം എടുത്തു എന്നൊന്നും അല്ല. കുറച്ച് ഭയങ്കര ടഫ് ആയിട്ടുള്ള, കുറച്ച് ലോങ് ടൈം എടുക്കുന്ന ഒരു സാധനമാണെന്നാണ് പറയുന്നത്. ഓക്കെ, ഹി റൺസ് ഫാസ്റ്റർ ദാൻ ദ സ്പീഡ് ഓഫ് ലൈഫ്. അവിടെ ഓൻ ലൈറ്റിനെക്കാളും സ്പീഡിലാണ് ഓടി. അതായത് ഓൻ സ്പീഡിലാണ്, അത്രേ ഉള്ളത്. ഓവറാക്കി പറയാണ് സംഭവം. ആക്ച്വലി I've told you 1,000 times to clean your room. നിന്റെ റൂം ക്ലീൻ ചെയ്യാം. അമ്മയുടെ അടുത്തേക്ക് കിട്ടുക, അല്ലെങ്കിൽ അച്ഛൻ്റെ അടുത്തുനിന്ന് നിന്റെ റൂം ക്ലീൻ ചെയ്തോളൂ ഒരു 10,000 വട്ടം ഞാൻ പറഞ്ഞു, 1,000 വട്ടം ഞാൻ പറഞ്ഞേ. ശരിക്കും 1000 വട്ടം പറഞ്ഞെന്നല്ല, ബട്ട് മെനി ടൈംസ്, കുറെ വട്ടം പറഞ്ഞു എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചുള്ളത്. ഇതാണ് ഹൈപ്പർബോളി. ഇനി എക്സാമ്പിളുകൾ വന്നു കഴിഞ്ഞാൽ, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കണം, പവറാക്കണം, അടിപൊളിയാക്കണം. നിങ്ങളത് മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രാക്ടീസിന് വേണ്ടിയിട്ട് ഒരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ ചെയ്യോ? നോക്കിക്കോ, ഇതുപോലത്തെ ഒരു ഹൈപ്പർബോളി, ഒരു കാര്യത്തെ ഓവറാക്കി പറയുന്ന, നിങ്ങൾക്ക് ഇത് റെഫറൻസ് ആക്കി എടുക്കട്ടോ. ഇതുപോലത്തെ എന്തെങ്കിലും ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടാണെങ്കിലും ഒരു
കമന്റ്. യെസ്, അത് നിങ്ങൾ പിന്നെ ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ മറക്കില്ല. എന്താണ് ഹൈപ്പബ്ലി എന്നുള്ളത്. സോ അത് ഒരു എക്സാമ്പിൾ നിങ്ങൾ എന്താക്കുക, കമന്റ് ബോക്സിൽ ഇടുക. കൂടെ പറ്റുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടായിരുന്നു വീഡിയോ, നിങ്ങൾക്ക് ഇഷ്ടമായോ യൂസ്ഫുൾ ആണോ എന്നുള്ളതും കൂടി കമന്റ് ബോക്സിൽ അറിയിക്കുക. അപ്പൊ നമ്മുടെ വാട്സ്ആപ്പ് ചാനൽ ഇതുപോലത്തെ ആക്ച്വലി ഡെയിലി USSന്റെ ഒക്കെ പോൾ ക്വസ്റ്റ്യൻസ് ഇടുന്നുണ്ട്. നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും ആൻസർ റെഡി ആണോ എന്നുള്ളത്. ബാക്കി ഏറ്റവും കൂടുതൽ ആൾക്കാർ ആൻസർ ചെയ്ത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതാണ് ആൻസർ എന്നുള്ളത്. സോ നിങ്ങൾ ഇതിലൊന്ന് ജോയിൻ ചെയ്ത് ജസ്റ്റ് വേറൊരു ഫോൺ എടുത്ത് സ്കാൻ ചെയ്താൽ മതി, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്കാനറിൽ കൊണ്ടുപോയാൽ മതി. സെറ്റ് ആക്കാം, പവർ ആക്കാം, ജോയിൻ ചെയ്യാം, പവർ ആക്കാം. ടീച്ചേഴ്സ് ഒക്കെ ഇൻസ്ട്രക്ഷൻ തരും, ഏറ്റവും അപ്ഡേറ്റ്സുകളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. അതുപോലെ തന്നെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്, ലൈവ് ക്ലാസ്സുകളുടെ ഒക്കെ സ്ലൈഡ് ആക്ച്വലി ഫ്രീ നോട്ട്സ് ഒക്കെ ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും. സോ താങ്ക് യു. കമന്റ് ചെയ്യാൻ മറക്കരുത്. ബൈ, ഇറ്റ്സ് മീ JD. Thank you.